गोविंद हरे मुरारे हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा श्री कृष्ण गोविंद हरे मुरारे श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेवा അങ്ങനെ ഒരു ഭക്തവും മഹത്തായ കാര്യം കൊണ്ടുള്ള നടക്കാൻ പോകണം. എല്ലാവരും കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകണം. സോഷ്യൽ മീഡിയ ഞാനും അറിയിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടെ ഒരു അതിലൊരു ആശംസിച്ച് അപ്പൊ ഇവിടെ ഈ മഴ പെയ്യുന്ന പോലെ നമ്മളിതൊക്കെ ഭക്തിയിലെ കുളിർമ എന്നുണ്ടാവട്ടെ. ഭൂമി ആ മഴ ഏറ്റെടുക്കുന്ന പോലെ നമ്മുടെ മനസ്സും ആ ഭഗവാന്റെ ഭക്തി ഏറ്റെടുത്ത് രാമ നടന കൃഷ്ണനും കൃഷ്ണൻ നടന രാധമാരായി നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്നുള്ളൊരു അനുഗ്രഹം ചൊരിയുന്ന ദിവസമായി ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു പ്രതിമ അനാശാത ഒരു പ്രതിമയല്ല, നമ്മുടെ മനസ്സിന്റെ രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് ഭക്തിയും രണ്ട് ഭക്തി നിറഞ്ഞ മനസ്സ്. കൃഷ്ണനാകുന്ന ഭക്തി, രാധയാകുന്ന മനസ്സ്, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി മാറട്ടെ. ഇന്ന് വളരെ വലിയ ദിവസമാണ്. കൃഷ്ണ മാനന്തിയോടെയുണ്ട്, ഭക്തിയോടെയുണ്ട്. അപ്പം സ്വാമി രണ്ടാമത്തെ ഭഗവാന്റെ പ്രകൃതി തന്നെയാണ് രാധ. ഭഗവാനോട് ചേർന്നാണ് രാധയിരിക്കുന്നത്. ഏതുപോലെയാണോ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ പറയുന്നത്, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം നഗേ ദേവം ദേവോ നഖലു കുശലഃ സ്പന്ദിതുമതി എന്നുള്ള ആ വരികളെ ഓർമ്മിക്കുക. അപ്പൊ ശിവനും ശക്തിയും ഒന്നുചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം ഇത്രയും മനോഹരമായി സുന്ദരമായി നമ്മൾ കാണപ്പെടുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിയിലെ മാതാപിതാക്കളാണ് ആ ശിവനും ശക്തിയും. അതേ ഭാവം തന്നെയാണ് ഇവിടെ വൈഷ്ണവരെ സംബന്ധിച്ച് രാധാകൃഷ്ണ സങ്കല്പം. അപ്പൊ നമ്മള് ആ കൃഷ്ണനിൽ പരമാത്മാവിനെയും രാധയിൽ ആ പ്രകൃതിയെയും മൂലപ്രകൃതിയെയും കണ്ടുകൊണ്ട് നമുക്കിവിടെ എപ്പോ വരുമ്പോഴും ആ ശങ്കരാചാര്യെ വണങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോ ഇവിടെ വന്നു കുറച്ചു നേരം ഇവിടെ ആ ഭഗവാനിൽ ലയിച്ച് രാധയുടെ പ്രേമം എങ്ങനെയാണോ ഭഗവാനോട് അതേപോലെ നമുക്കും പ്രേമം ഉണ്ടാവട്ടെ, നമ്മളും ഭഗവാനും ഒന്നായി തീരട്ടെ എന്നുള്ളതായിട്ടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കിവിടെ വന്ന് എന്നും നമസ്കരിക്കാനും പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനും എല്ലാമായിട്ട് സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം, രാധാസമേതനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമതി സ്വസ്തിരാജിയോട് രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അനാച്ഛാദനം നിർവഹിക്കാനായിക്കൊണ്ട് ആവശ്യം. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ രാധേ. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ കൊല്ലം ഈ ക്ഷേത്രത്തിൽ വന്നപ്പോ ഇത് ഈ ക്ഷേത്രത്തിലെ അദ്ദേഹത്തിനോട് ഞാൻ എവിടെ ഉണ്ടല്ലോ ദാസ്ജിയോട് ചുമ്മാ പറഞ്ഞതാണ്, ഇവിടെ രാധയും കൂടി ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അടുത്ത വർഷമായപ്പോഴേക്കും രാധയും കൃഷ്ണനെയും സ്ഥാപിച്ചു. മാത്രമല്ല ഈ കൃഷ്ണനും രാധയും വിഗ്രഹം സ്ഥാപിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ദാസ്ജി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, സ്വസ്തികളോടൊരു പണം തരോന്ന് ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു രാധയും കൃഷ്ണനും നല്ല പണം വേഗം തരുമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൃഷ്ണന്റെ രാധയും ഒരു ഫോട്ടോ ഞാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ അത് വിഗ്രഹമായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. അന്നേരം ഇതിന് വലിയൊരു ഭാഗ്യമുണ്ടോ? ഭാഗ്യം ജനാനാന്ന് പറയുന്നത്. മാത്രമല്ല ഉദിച്ചതിനെയും സ്വാമിജിയിലേക്ക് ആ ഒരു പ്രസൻസില് ഇങ്ങനെ നമുക്ക് ഈ ഒരു സൽക്കർമ്മത്തില് ഭാഗമാകാനായിട്ട് ഈ സപ്താഹം കഴിഞ്ഞ് മുഴുവനും ഭഗവാന്റെ നാമത്തിന്റെ മന്ത്രം മുഴുവൻ ഇപ്പൊ അന്തരീക്ഷം മുഴുവനും ഭഗവാൻ നിറഞ്ഞു നിൽക്കണ ഒരു ആ സമയത്ത് തന്നെ ഇത് ഉദ്ഘാടനം മീൻസ് ഇതിങ്ങനെ കാണാനും എല്ലാവർക്കും ഇവിടെ വന്ന് ഈ രാധാകൃഷ്ണനെ കാണാനൊരു സൗകര്യം ഒരുക്കിക്കൊടുത്ത
ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ദാസിക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ, നന്ദി പറയുന്നു. തീർച്ചയായിട്ടും രാധ ഭഗവാന്റെ ആത്മാവാണ്, രാധ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് രാധ, രണ്ടുപേരും ഒന്നാണ്. ആ പരമമായ സത്യം മനസ്സിലാക്കുന്നവര് രാധയും കൃഷ്ണനെയും രണ്ടായിട്ട് കാണുക. അതെ പറയുന്നത് അതുപോലെ ആയിരിക്കണം, രാധയും കൃഷ്ണനെയും പോലെ ആയിരിക്കണം എല്ലാവരും എന്നാ പറയുന്നത്. അങ്ങനെ ആയി മാറട്ടെ. കാരണം നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭർത്താവ് ചെയ്താൽ ഭാര്യ സ്നേഹിക്കും, ഭാര്യ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഭർത്താവ് സ്നേഹിക്കും. അതിനു പകരം രണ്ടുപേരും നിസ്വാർത്ഥമായിട്ട് നിഷ്കാരണമായിട്ട് പരസ്പര ആദരവോടുകൂടി സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലെ രാധയും കൃഷ്ണനും വന്നിരിക്കും. അതാണ് ശരിക്കും രാധാകൃഷ്ണ സ്നേഹം എന്ന് പറയുന്നത്. ഒന്നും കാരണമില്ലാണ്ട് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ള മനസ്സുള്ളവരിൽ എല്ലാവരിലും രാധാകൃഷ്ണ ചൈതന്യം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണത്തിൽ ഞാനൊരു അഷ്ടപതി കൂടി ചൊല്ലിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. കാരണം രാധയെ കുറിച്ചാണ് ഗീതഗോവിന്ദം മുഴുവനും അഷ്ടപതി. അപ്പോ കൃഷ്ണൻ എപ്പോൾ അഷ്ടപതി കേട്ടാൽ അവിടെ ഓടി വരും എന്നാ പറയുന്നത്. അപ്പൊ രാധേ കൃഷ്ണൻ ഇവിടെ ഓടി വരട്ടെ. അഷ്ടപതി കൂടി ചൊല്ലാം, ഒരു 2 വരി ഞാൻ ചൊല്ലാം. രാധാവദന വിലോകനവികസിത വിവിധ വികാര വിഭംഗം. രാധാവദന വിലോകനവികസിത വിവിധ വികാര വിഭംഗം. ജനനിധിനിവ വിധുമണ്ഡല ദർശന തരണിത തുംഗ തരംഗം. കൃഷ്ണനി ഹരിനീതരസം ചിരമഭിലഷിത വിലാസം. കൃഷ്ണനി ചിരമഭിലഷിത വിലാസം. കൃഷ്ണ രാധേ രാധേ. എല്ലാവർക്കും ഇതേ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതുവരെ ഞാനൊരു രഹസ്യം കൂട്ടിയിട്ട് എന്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അവർക്ക് വേണ്ടിയുള്ള എനിക്ക് ഭൗതിക ശരീരം തന്ന് നിങ്ങൾക്ക് വേണ്ടിയും ഈ പ്രപഞ്ചത്തിനോട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഭൗതിക ശരീരം തന്നത് അവരുടെ പാതാരങ്ങൾ സാധനം ഇത് സമർപ്പിക്കുകയാണ്. എന്റെ ഈ ഇവിടുത്തെ കൺസ്ട്രക്ഷനിൽ അവസാനമായിട്ടുള്ളതാണ്. അതും ഓട്ടോമാറ്റിക്കായി ഒന്നാണ് എന്റെ അച്ഛന്റെ അമ്മയുടെ പേരായിട്ടുള്ളത് സമർപ്പിക്കാൻ എനിക്ക് പറ്റിയത്. വളരെ ഈ പ്രപഞ്ച നാടന്മാരോടും എല്ലാ ഊരുത്തന്മാരോടും വളരെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ആദ്യം ആ കളർ അങ്ങനെ ആയിരിക്കും. അത് എനിക്ക് പെയിന്റ് വെച്ചാണ് നമ്മൾ ആദ്യം കളർഫുൾ കണ്ടതാണ്. ഈ കളർ മുമ്പ് അത് തേച്ച് വെച്ച് ഇത് പിടിക്കുക. ബാഗ്
ആദ്യം